ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇൻഫോ ഡ്രോപ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ്. ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഒരുപാട് ആളുകൾ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കണം എന്നാഗ്രഹിച്ച് എങ്ങനെ ചെയ്യും എന്നറിയാതെ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമായി ചെയ്യുന്നത് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് എന്നുള്ള അവിടെ പോയിട്ട് ക്രിയേറ്റ് ജിമെയിൽ അക്കൗണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതവിടെ ഇങ്ങനെ കുറേ വരും. അതിലിതാ താഴെയുള്ള ക്രിയേറ്റ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വിൻഡോ വരും. അവിടെ ആഡ് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് ലോഡായതിന് ശേഷം ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പണായി വരും. ഇവിടെ നമ്മൾ എന്താണോ നമ്മൾ ഇമെയിൽ ID കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ചോദിക്കുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ടാണോ ബിസിനസ് പർപ്പസ് ആണ്. അപ്പോൾ ഫോർ മൈ സെൽഫ് എന്നുള്ളത് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് അടിച്ചിട്ട് ഇവിടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരായിട്ട് തന്നെ വേണമെങ്കിൽ ഇവിടെ കൊടുക്കുക. അപ്പോൾ ഞാൻ ചാനലിൻ്റെ പേരാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് നെയിം ഇൻഫോ, ലാസ്റ്റ് നെയിം ഡ്രോപ്സ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ജെൻഡർ ചോദിക്കുന്നുണ്ട്, ഫീമെയിൽ, മെയിൽ ഓർ അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് ജിമെയിൽ അക്കൗണ്ട്സ് നമുക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇന്നത് ഡ്രോപ്സ് ഇൻഫോ 70 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്നും നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് യുവർ ഓൺ ജിമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് നമ്മളവിടെ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ infodropsyoutube@gmail.com എന്നുള്ളതാണ് കൊടുക്കുന്നത്. അപ്പോൾ gmail.com ഓൾറെഡി അവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ എഴുതി കൊടുക്കേണ്ടതില്ല. നെക്സ്റ്റ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ ഓപ്പണായി വരും. അപ്പോൾ പാസ്വേഡ് സെറ്റ് ചെയ്യുക. പാസ്വേഡ് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റണം. ആ ഒരു പാസ്വേഡ് നമ്മളവിടെ ടൈപ്പ് ചെയ്തിട്ട് അത് വീണ്ടും അതേ പാസ്വേഡ് കൺഫേം പാസ്വേഡ് എന്നുള്ളിടത്ത് കൺഫേം എന്നുള്ള ആ ഒരു സ്പേസിൽ അതേ പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു വിൻഡോ ആണ് നിങ്ങൾക്ക് മുമ്പിൽ തുറന്ന് കാണിക്കുക. അത് ജസ്റ്റ് അതിൻ്റെ ടേംസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോവുക. അവിടെ യെസ് ഐ ആം ഇൻ അത് അടിച്ചു കൊടുക്കുക. അതുപോലെ ഇതാ അപ്പം നമ്മുടെ ഒരു ഇത് വന്നിട്ടുണ്ട് റിവ്യൂ യുവർ അക്കൗണ്ട് ഇൻഫോ. അപ്പോൾ അതും നമ്മൾ റിവ്യൂ ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ അത് തന്നെയാണ് എന്നുള്ളത് എഗ്രി ചെയ്യുക. അതുപോലെ ഇതിൻ്റെ റൂൾസ്, പ്രൈവസി അതുപോലെയുള്ള റൂൾസ് കാര്യങ്ങളൊക്കെ ഐ എഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഗൂഗിൾ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ജിമെയിൽ അക്കൗണ്ടൊക്കെ നമുക്കായിട്ടുണ്ട്. യൂട്യൂബിൽ പോയിട്ട് നമ്മുടെ ആ ഒരു മെയിലിൽ ഇൻഫോ ഡ്രോപ്സ് ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ നമ്മൾ സൈൻ ഇൻ ചെയ്യാം. ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ യുവർ ചാനൽ എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും. അവിടെ നമ്മുടെ എന്താണ് നമ്മൾ പേര് യൂട്യൂബിനിടാൻ ഉദ്ദേശിക്കുന്ന പേര് എന്നത് അവിടെ ടൈപ്പ് ചെയ്തിട്ട് ക്രിയേറ്റ് ചാനൽ എന്നുള്ളത് ചെയ്താൽ നമ്മളുടെ ചാനൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതിൻ്റെ സെറ്റിങ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു പ്രൊഫൈൽ പിക്ക് മാറ്റുക, അതുപോലെ ചാനൽ ആർട്ട് മാറ്റുക, അങ്ങനെ കുറേ ഓപ്ഷൻസ് പിന്നെ ഇതിലുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അത് അവിടെ ആഡ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളടത്ത് എന്തിനെ കുറിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മളവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ജസ്റ്റ് വെൽക്കം ടു ഓൾ എന്ന് മാത്രമേ അടിക്കുന്നുള്ളൂ. ആ സ്ഥലത്ത് നമ്മൾ ഫുഡിനെ കുറിച്ചാണെങ്കിൽ ഈ ചാനൽ ഫോർ ഫുഡ് അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു അല്ലെങ്കിൽ എന്തെങ്കിലും കോഡ്സോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ശേഷം ഇത് ഓക്കെ എന്ന് അടിച്ചാൽ അതവിടെ സേവ് ആയിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഒരു പ്രൊഫൈൽ പിക്ക് മാറ്റാം, ചാനൽ ആർട്ട് മാറ്റാനും അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. കീപ്പ് ഓൾ മൈ സബ്സ്ക്രിപ്ഷൻ പ്രൈവറ്റ് അത് കാണിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനലൊക്കെ പ്രൈവറ്റ് ആയിട്ട് നിൽക്കാൻ. പിന്നെ ഈ ഒരു സെറ്റിങ്സിൽ പോയാൽ നമുക്ക് ഈ ഒരു സെറ്റപ്പിൽ കിട്ടിയാൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ പിക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഞാനത് നമ്മൾ ഫോണിലുള്ള ഏതെങ്കിലും ഒരു പിക്ക് വെച്ചിട്ട് ഇതാക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഒരു ലോഗോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ലോഗോ നമ്മുടെ പ്രൊഫൈൽ പിക്കായിട്ട് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നമ്മുടെ ഫോണിലുള്ളതൊന്നും എടുത്തിട്ട് സെറ്റസ് പ്രൊഫൈൽ ഫോട്ടോ എന്നുള്ളത് നമ്മൾ അടിച്ചു കൊടുക്കുക. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം അത് അടിച്ചു കൊടുത്താൽ നമ്മളെ പ്രൊഫൈൽ പിക്ക് അതായിട്ട് മാറും.
ഇവിടെ മുകളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള പ്രൊഫൈൽ പിക്കാണിതാ വന്നിട്ടുണ്ട്. പിന്നെ ഇത്രയും കാര്യങ്ങളോ പിന്നെ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ വീഡിയോയിലൂടെ തുടർന്നുള്ള വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കാണിക്കാൻ ബോറടിക്കും ചെയ്യും, അതുപോലെ ലെങ്തി ആവും വീഡിയോ. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ എല്ലാ സെറ്റിങ്സും നമുക്ക് ക്രോമിൽ പോയിട്ട് മാറ്റാൻ പറ്റും. ക്രോമിൽ നമ്മൾ യൂട്യൂബ് ഓൺ ചെയ്തതിന് ശേഷം ഓൾറെഡി ഏതിലാണോ ഉള്ളത് അത് നമ്മൾ സെറ്റിങ്സിൽ ആ ഒരു ഐക്കണിൽ പോയിട്ട് സ്വിച്ച് അക്കൗണ്ട് അടിക്കുക. സ്വിച്ച് അക്കൗണ്ട് അടിച്ചിട്ട് നമ്മുടെ ഏതാണോ ഇൻഫോ ഡ്രോപ്സ് എന്നുള്ളത് നമ്മുടെ ചാനലിൻ്റെ അക്കൗണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഈ ഒരു ഫോം വരും. ഈ ഒരു രീതിയിൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി വീഡിയോസ് ഒന്നും ഇതിൽ ഇട്ടിട്ടില്ല. അപ്പോൾ ആ വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ആ വീഡിയോസ് ഉള്ളിടത്ത് വീഡിയോസായിട്ട് നമുക്ക് ഓരോ വീഡിയോ നമുക്ക് കാണാൻ പറ്റും. എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് പറ്റും. ഇത് നമ്മളുടെ ഗൂഗിൾ അക്കൗണ്ട് എങ്ങനെ വെരിഫൈ ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിന് സെറ്റിങ്സിൽ ഇതിൽ അക്കൗണ്ട് നിന്നതിന് ശേഷം ചാനൽ സ്റ്റാറ്റസ് ആൻഡ് ഫീച്ചേഴ്സ് ഇത് നിൽക്കുമ്പോൾ ഇവിടെ വെരിഫൈ എന്നുള്ളത് നമ്മളെ കാണുന്നില്ലേ, ആ വെരിഫൈ എന്നുള്ളിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളോട് ചോദിക്കും ഏതാണ് കൺട്രി, അതുപോലെ നമുക്കൊരു കോഡ് അല്ലെങ്കിൽ നമുക്കൊരു OTP പോലെ നമ്മൾ തന്നെയാണോ ഇത് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് ചോദിക്കും. വിളിക്കണോ വേണ്ടത് അല്ലെങ്കിൽ ടെക്സ്റ്റ് ആണോ മെസ്സേജ് ആയിട്ടാണോ എന്ന് ചോദിക്കും. ശേഷം നമ്മുടെ നമ്പർ ചോദിക്കും. അപ്പോൾ നമ്പർ നമ്മളവിടെ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം അവിടെ സബ്മിറ്റ് ചെയ്താൽ നമുക്ക് ഒരു മെസ്സേജ് വരും. പിന്നെ അവർ ആ 6 ഡിജിറ്റ് വെരിഫിക്കേഷൻ കോഡ് ചോദിക്കും. അത് നമ്മുടെ ഫോണിലേക്ക് ഓൾറെഡി വന്നിട്ടുണ്ടാവും. അത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ അക്കൗണ്ട് വെരിഫൈ ആയി. അങ്ങനെ വെരിഫൈ ആയാൽ നമുക്ക് നമ്മളുടെ തംബ്നെയിലൊക്കെ മാറ്റാനും കസ്റ്റം തംബ്നെയിലൊക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഇത്രേ പറയാനുള്ളൂ. പക്ഷേ പിന്നെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ നമ്മൾ തംബ്നെയിൽ സെറ്റ് ചെയ്യുക, അതുപോലെ എഡിറ്റിംഗ് ആപ്പ് ഏതാണ് നല്ലത്, ഫോണിൽ തന്നെ നമ്മൾ എങ്ങനെ എഡിറ്റിംഗ് ചെയ്യും എന്നതൊക്കെ പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ വരുന്ന വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.